ഒരു ലോക നേതാവ് വിമാനത്തിൻ്റെ തുറന്ന വാതിലിലേക്ക് ആത്മവിശ്വാസത്തോടു കൂടി നടന്നെടുക്കുന്നു. വിയറ്റ്നാമിലെ ആഗോള വേദിയിലേക്ക് കാൽ വയ്ക്കാൻ തയ്യാറെടുക്കുന്നു. ക്യാമറകൾ തുരുതുരാ മിന്നുന്ന ലോകം ആകാംക്ഷയോടെ നിൽക്കുന്ന സമയത്ത് എമ്മാനുവൽ മാക്രോൺ പൂർണ്ണമായും ആൽഫ മോഡിൽ ഉത്സാഹത്തോടെ, ഗൗരവത്തോടെ, അതിലേറെ ഗാംഭീര്യമായ രീതിയിൽ പുറത്തേക്കിറങ്ങുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ നിമിഷമാണ്. ശക്തിയും നിയന്ത്രണവും പ്രകടിപ്പിക്കാനുള്ള അവസരം. പക്ഷെ പെട്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കൈ മെല്ലെ നീണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തിന്, മൂക്കിന് നേരെ അമർത്തുന്നു. ഒരു മൃദുലമായ തട്ടലോ കളിയായുള്ള തലോടലോ അല്ല, മറിച്ച് അദ്ദേഹത്തെ ഒരു വശത്തേക്ക് ചെരിയാൻ പാകത്തിനുള്ള ശക്തമായ ഒരു തള്ളൽ എന്ന് വേണം പറയാൻ. അതും പോരാത്തതിന് അവസാനമായി ഒരു അധിക തള്ളൽ കൂടി. അതാണെങ്കിൽ അദ്ദേഹത്തെ ഏതാണ്ട് ബാലൻസ് തെറ്റിക്കാൻ പോകുന്ന ഒന്ന് തന്നെയായിരുന്നു. നിങ്ങളുടെ മുഖത്ത് ഇത് സ്വയം പരീക്ഷിച്ചാൽ ആ കാര്യം പെട്ടെന്ന് തന്നെ മനസ്സിലാകും. ആ ദുർബലതയും ഞെട്ടലും എല്ലാം മനസ്സിലാകും. ഇതൊരു ദമ്പതികൾ തമ്മിലുള്ള സ്വകാര്യ നിമിഷമോ സ്വകാര്യമായ തമാശയോ അല്ല. ഇത് പരസ്യമാണെന്ന് മാത്രമല്ല, കാണാൻ ബുദ്ധിമുട്ടുള്ളതുമാണ്. ആദ്യം ഞാൻ കരുതി ഇത് AI നിർമ്മിതമാണ് എന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. ഇതിലും ഞെട്ടിപ്പിക്കുന്നത് ഇതിനെ വെറും കളി എന്ന് വിശദീകരിക്കാനുള്ള ശ്രമമാണ്. ഒരു ദമ്പതികൾ പിരിമുറുക്കം ഒഴിവാക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ഇത്തരം പെരുമാറ്റത്തെ സാധാരണവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് തെറ്റുമാത്രമല്ല, ആശങ്കാജനകവുമാണ്. കൂടുതൽ വ്യക്തമാകാൻ നമുക്ക് കാര്യങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. മാക്രോൺ വിമാനത്തിൽ നിന്നും ഇറങ്ങാൻ തയ്യാറെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ അധികാരം വിളിച്ചോതുന്നുണ്ട്. അദ്ദേഹം പ്രൊഫഷണൽ മോഡിൽ ഫ്രാൻസിനെ പ്രതിനിധീകരിക്കാൻ തയ്യാറായാണ് നിൽക്കുന്നത്. അദ്ദേഹം തൻ്റെ ഭാര്യയോട് എന്തോ പറയുന്നു. തുടർന്ന് അവരുടെ കൈ പ്രത്യക്ഷപ്പെടുന്നു. തെറ്റായി വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖം തള്ളുന്നു. അവരോട് സംസാരിക്കാൻ തിരിയുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ഭാവം മാറുന്നുണ്ട്. മുഖത്ത് വല്ലാത്ത ഞെട്ടൽ പ്രകടമാവുന്നു എന്ന് സാരം. കുറച്ചു കഴിയുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അവർ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുകയും നീങ്ങൂ, ഇവിടെയൊന്നും കാണാനില്ല എന്ന് പറയുന്നത് പോലെ മാക്രോൺ അലസമായി കൈവീശുകയും ചെയ്യുന്നുണ്ടെങ്കിലും പിരിമുറുക്കം നിഷേധിക്കാനാവില്ല എന്ന് വേണം പറയാൻ. ശേഷം അവർ വിമാനത്തിൻ്റെ പടികൾ ഇറങ്ങുമ്പോൾ മാക്രോൺ തൻ്റെ കൈ നീട്ടുന്നുണ്ടെങ്കിലും അവരത് അവഗണിക്കുകയാണ് ചെയ്തത്. ശേഷം എതിർവശത്തെ ഹാൻഡ് റെയിൽ പിടിക്കുന്നത് വ്യക്തമായി തന്നെ കാണുകയും ചെയ്യാം. മാക്രോണിൻ്റെ കൈകൾ മുഷ്ടി ചുരുട്ടി വെച്ചിരിക്കുന്നത് കാണുന്നതിൽ നിന്നും നടന്നത് കളിയായ ഒന്നല്ല എന്ന് പൂർണ്ണമായി വ്യക്തമാവുന്നുമുണ്ട്. ലോക നേതാക്കളും അവരുടെ ജീവിത പങ്കാളികളുമെല്ലാം ഇത്തരം സംഭവങ്ങളെ ആളുകൾക്ക് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുൻപിൽ പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണെന്ന് സാരം. മാക്രോണിനെ പോലെ ശക്തിയും നിയന്ത്രണവും എല്ലാം ആഗ്രഹിക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ക്യാമറയ്ക്ക് മുൻപിൽ ചെയ്യുന്നത് കാണുമ്പോൾ മഹാ കഷ്ടം തന്നെയാണ്. ഇതൊരു തെരുവിൽ അത്ര പ്രശസ്തരല്ലാത്തവരുടെ ഇടയിലാണ് നടക്കുന്നതെങ്കിൽ ഞാൻ അടക്കമുള്ള ആളുകൾ അതിൽ ഇടപെടാൻ നിർബന്ധിതയാവും. അത്രയ്ക്ക് ഗുരുതരമായ കാര്യം തന്നെയാണിത്. എന്നിട്ടും ഇതിനെ ഇത്രമേൽ ഭംഗിയോടെ മറയ്ക്കാൻ മാക്രോൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലെ ഉദ്ദേശം ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഈ നിമിഷം ഒരു നീണ്ട നിഴൽ വീഴ്ത്തുന്നുണ്ട്. UK-യിലേക്കുള്ള രാജകീയ സന്ദർശനം പോലുള്ള പ്രധാന സംഭവങ്ങൾ അടുത്ത് വരുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവരുടെ ശരീരഭാഷയിലായിരിക്കും. ഇത് അവർക്ക് സാധാരണമാണെങ്കിൽ അത് വളരെയധികം ഉത്കണ്ഠാജനകമാണ്. ചിലർ പറയുന്നത് പോലെ ഇത് ഒറ്റത്തവണ സംഭവമാണെങ്കിൽ പോലും അത് തെറ്റാണ്. പൊതുവിലോ സ്വകാര്യമായോ ഏത് സന്ദർഭത്തിലും അനുവദനീയവുമല്ല. ഇതിനെ തമാശയോ ആവേശത്തിൻ്റെ നിമിഷമെന്ന് വിശേഷിപ്പിക്കുന്നത് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കുന്നുണ്ട്. ഇപ്പോൾ പുഞ്ചിരിച്ചും കൈകോർത്ത് പിടിച്ചും പൊതുജനങ്ങളെ കബളിപ്പിക്കുന്നതിനെ കുറിച്ചല്ല ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ കണ്ടു, അത് ശരിയല്ല എന്ന് മാത്രം. ആ തള്ളലിൻ്റെ ചിത്രം എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അവർ കൂടുതൽ വിധേയത്വം കാണിക്കുമ്പോഴോ അദ്ദേഹം ആധിപത്യം പ്രകടിപ്പിക്കുമ്പോഴോ എത്ര കൃത്രിമ വാത്സല്യം പ്രകടിപ്പിച്ചാലും അത് മായ്ക്കാനും പറ്റില്ല. ഇതൊരു വിവാഹത്തെ വിലയിരുത്തുന്നതിനെ കുറിച്ചല്ല, ഇതൊരു അതിര് കടക്കുന്ന പെരുമാറ്റത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. എവിടെയും എപ്പോഴും ഇത് അനുചിതവുമാണ്. ലോകവേദിയിൽ ഇത് ഞെട്ടിപ്പിക്കുന്നതാണ്. ആരെങ്കിലും ഇതിനെ സാധാരണവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും ഉത്കണ്ഠാജനകമായ ഭാഗം.